നമസ്കാരം പ്രിയമുള്ളവരെ, ദിജാലുമനാണ് കേട്ടോ. ഇന്ന് 2026 ജനുവരി മാസം 20 ചൊവ്വാഴ്ചയാണ്. ശുക്ലപക്ഷ വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ജനുവരി 20 ഇന്ന് ഉച്ചയ്ക്ക് 1 മണി 6 മിനിറ്റ് വരെ തിരുവോണം നാളാണ്. തിരുവോണം നാളുകാരുടെ പിറന്നാളാണ് ഇന്ന്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട മകരച്ചുവ, മകരമാസത്തിലെ 30 ചൊവ്വാഴ്ച ഇന്നാണ്. ചുവയുടെ ഉച്ചരാശിയായിട്ടുള്ള മകരം രാശി, അവിടെ അതിൻ്റെ അതിദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്, അതുപോലെ സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇന്നും ഭദ്രകാളിക്ക് വിശേഷപ്പെട്ട ദിവസമാണ് മകരച്ചുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭദ്രകാളി, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഭവനങ്ങളിൽ ഒക്കെ ഒരു നിലവിളക്ക് കൊളുത്തി ആ ലളിത സഹസ്രനാമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമൊക്കെ ചെല്ലുന്നത് വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ആ ഭദ്രകാളിയുടെ ഇഷ്ടസ്തോത്രങ്ങൾ, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മകരച്ചുവ എന്ന് പറയുന്ന ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് മകരച്ചുവ ആയതുകൊണ്ട് തന്നെ മീങ്കുളം ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ചെല്ലൂർ പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല, നാറോത്ത് മഹാവിക്ഷേത്രത്തിലെ ഉത്സവം, കാരാടുപറമ്പ് വൈരമഹാകാളിക്കാവ്, കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം, അതുപോലെ തന്നെ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം, പാലക്കാട് അടുത്തുള്ള ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ മണ്ണൂർ കൈമുത്തുകാവ് ക്ഷേത്രം, അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ, അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നടുവട്ടം മണലിയാർക്കാവ്, ഇവിടെയൊക്കെ മകരച്ചുവ ആഘോഷമാണ് കേട്ടോ. പനയോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറ്റാണ്. അതുപോലെ കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറ്റാണ്. കൊച്ചുപറക്കോട്ടുകാവ് പൊങ്കാലയാണ്. അതുപോലെ തന്നെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. വെങ്ങേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ആരംഭമാണ്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാനയാണ്. അതുപോലെ തന്നെ ചിറക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇവിടെയൊക്കെ ഉത്സവങ്ങളാണ്. അതുപോലെ തന്നെ പുറത്തൂർ മുട്ടന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ അവിടെയും കലങ്കാരിയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ, മകരച്ചുവ എന്ന് പറയുന്നത്.